നെക്സ്റ്റ് സൈമിൾട്ടേനിയസ് ലീനിയർ കോൺഫിഡൻസിൻ്റെ സൊല്യൂഷൻ നമ്മളാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു സാധാരണ ഒരു സിംഗിൾ ലീനിയർ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു. ഇനി ഒരേ മോഡുലസ് ഉള്ള ഒരു സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ബേസ് ചെയ്തൊരു അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് 3 മെട്രിക്സുകൾ ഫോം ചെയ്യും. First matrix is the coefficient matrix. അതാണ് 3, 5, 7, 1, 4, 13, 2, 7 and 3. First coefficient matrix. So it's a square matrix made from the coefficients of variables. Second is the column matrix made from the variables. അപ്പോൾ ഇതിൻ്റെ വേരിയബിൾസ് എക്സും വൈയും ഇസഡും ആണ്. അപ്പോൾ അതിനുള്ള ഫോം ചെയ്തിട്ടുള്ള ഒരു കോളം മെട്രിക്സ് ആണ് സെക്കൻഡ് വൺ. സോ ദിസ് കോഎഫിഷ്യൻറ്റ് ഇൻറ്റു ദിസ് വേരിയബിൾ ഈസ് ഈക്വൽ ടു റൈറ്റ് ആൻസറിൽ എന്തുണ്ട്, നമ്മുടെ 3, 5, 4 ആണുള്ളത്. ദാറ്റ് ഈസ് എ കോളം മെട്രിക്സ്. സോ തേർഡ് ഇസ് എ കോളം മെട്രിക്സ് മെയ്ഡ് ഫ്രം ദ വാല്യൂസ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ കോൺഫ്ലുവൻസ് ഓപ്പറേറ്റർ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ മൂന്നിൻ്റെയും മോഡുലസ് എന്താണ്, സെയിം ആണ്, മോഡുലോ 16 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൈമിൾട്ടേനിയസ് ലീനിയർ കോൺഫ്ലുവൻസുകൾക്കാണ് നമ്മളിവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നേരത്തെ നമ്മൾ ഈ ഇക്വേഷൻസിന് സെറ്റ് ഓഫ് ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് അനലോഗസ് ആയിട്ട് കരുതാം. സോ ദിസ് മെട്രിക്സ് ഇൻറ്റു ദിസ് മെട്രിക്സ് ഈസ് കോൺഗ്രന്റ് ടു ദിസ് മെട്രിക്സ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണോ എന്ന് നോക്കുക. ഇൻവേർട്ടബിൾ ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഞാൻ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് അത് നമ്മളുടെ ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സും ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, വിൽ ഗെറ്റ് ദ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അതായത് 1 തന്നെയായിരിക്കും. അപ്പോൾ റിസൾട്ടൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലെഫ്റ്റിൽ എക്സ് വൈ സെഡ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സും ഈ ഒരു മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ. So if both sets of contents are multiplied by the multiplicative inverse of the first matrix, the result is the variable matrix at the right hand side, which means the problem can be solved by the matrix multiplication. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക, റൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we will get the answer. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ ആൻസർ എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമ്മളൊരു സെറ്റ് ഓഫ് ലീനിയർ കോൺഫ്ലുവൻസുകൾ തന്നിട്ടുണ്ട്. വി ഹാവ് എ സെറ്റ് ഓഫ് ഇക്വേഷൻസ് a11 x1 plus a12 x2 plus etc plus a1n xn. പിന്നെ നമ്മൾ കോഎഫിഷ്യൻസ് നോക്കുകയാണെങ്കിൽ a11 a12 a1n വരെ ഫസ്റ്റ് സെറ്റ് ഓഫ് കോഎഫിഷ്യൻസ്, രണ്ടാമത്തത് a21 a22 etc up to 2n വരെ, അതുപോലെ an1 n2 etc up to nn വരെ. ദിസ് ഈസ് ദ കോഎഫിഷ്യൻ മെട്രിക്സ്. സെക്കൻഡ് എന്തായിരിക്കും, നമ്മുടെ വേരിയബിൾ മെട്രിക്സ്, വേരിയബിൾ x1 x2 etc up to xn, അത് എല്ലാത്തിലും അത് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കോളം മെട്രിക്സ്, ദാറ്റ് ഈസ് x1 x2 etc up to xn. അപ്പോൾ ദിസ് കോഎഫിഷ്യൻ മെട്രിക്സ് ഇൻറ്റു ദിസ് വേരിയബിൾ മെട്രിക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്തായിരിക്കും, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്, ദാറ്റ് ഈസ് b1 b2 etc up to bn. അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ എക്സിൻ്റെ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഇൻറ്റു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ബിയുടെ മെട്രിക്സ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഇൻവേഴ്സ് വാല്യൂ എടുത്ത് ലെഫ്റ്റിലും റൈറ്റിലും മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ലെഫ്റ്റിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ ഈ മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി പോകും. അത് ക്യാൻസൽ ഔട്ട് ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, വേരിയബിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി ബി ഉണ്ട്, അതിന് നമ്മൾ ഈ ഇൻവേഴ്സ് കണ്ടുപിടിച്ചതും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, പ്രോബ്ലം കാണുമ്പോൾ കുറേ കൂടി ക്ലിയർ ആവും. സോ നമുക്ക് 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 3x + 5y + 7z = 3 mod 16. ഓരോന്നും മോഡുലോ 16 ആണ്. ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ സെഡ്. നമുക്ക് x1 x2 x3 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, മെട്രിക്സുകൾ ഫോം ചെയ്യുക, എന്നിട്ട് നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ കോഎഫിഷ്യൻ മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻവേർട്ടബിൾ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ആ ഇൻവേഴ്സ് എടുത്ത് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ. എങ്ങനെയാണ് സൊല്യൂഷൻ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷൻ എന്താക്കി, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തു. 3, 5, 7, 1, 4, 13, 2, 7, 3 അതാണ് എഴുതിയിരിക്കുന്നത്. കോഎഫിഷ്യൻ മെട്രിക്സ് ഇൻറ്റു എക്സ് വൈ സെഡ്, അതാണ് നമ്മളെ 3 വേരിയബിൾസ് അതിൻ്റെ കോളം മെട്രിക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3, 5, 4, ദാറ്റ് ഈസ് അനദർ കോളം മെട്രിക്സ് മോഡുലോ 60. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഈ കോഎഫിഷ്യൻ മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണോ അല്ലയോ എന്ന്. ഇനി ഇൻവേർട്ടബിൾ ആവണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് ആണ് താഴേക്ക് പറഞ്ഞേക്കുന്നത്. മെട്രിക്സ് മസ്റ്റ് ബി സ്ക്വയർ മെട്രിക്സ്. നമുക്കറിയാം ഒരു 3x3 മെട്രിക്സ് ആണ്, ദാറ്റ് സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തന്നെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനാണ് എഴുതിയിരിക്കുന്നത്. സോ 3 ഇൻറ്റു നമ്മൾ ബാക്കി ഫസ്റ്റ് കോളം ഒഴിവാക്കി 4 × 3 - 7 × 30 അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കറിയാം സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ ചേഞ്ച് വരണം, ദാറ്റ് ഈസ് -5 ഇൻറ്റു ഈ റോയും ഈ കോളം കഴിഞ്ഞു 1 × 3 × 2 × 30 അതാണ് എഴുതിയിരിക്കുന്നത്. പ്ലസ് 7 ഇൻറ്റു ഈ റോയും ഈ കോളം കളഞ്ഞു 1 × 7 - 2 × 4 അതാണ് എഴുതിയിരിക്കുന്നത്. -237 കിട്ടും, പ്ലസ് 115 കിട്ടും, -7 കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് -129. നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം മോഡുലോ 16 ആണ്.
അപ്പോൾ ഈ -129 മോഡുലോ 16 നമ്മൾ എന്താക്കണം, പോസിറ്റീവ് മോഡുലസ് ആക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 16ൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എവിടെയാണ് വരിക എന്ന് നോക്കുക. 129 കഴിഞ്ഞുള്ള മൾട്ടിപ്പിൾ. 129 കഴിഞ്ഞ് അടുത്ത മൾട്ടിപ്പിൾ വരികയെന്ന് വെച്ചാൽ 144 ആണ്. അതായത് 16 × 9 ആണ് 144. അപ്പോൾ ഈ 129ൽ നിന്ന് ഈ 144ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് നമ്മളുടെ പോസിറ്റീവ് മോഡുലസ്. സോ ദാറ്റ് ഈസ് 144 - 129 = 15. അപ്പോൾ ഇതിനെ നമുക്ക് പോസിറ്റീവ് ആകുമ്പോൾ ഇറ്റ്സ് കോൺഗ്രുവൻ്റ് ടു 15 mod 16 എഴുതാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ കാൽക്കുലേഷൻ എന്താണ്, മോഡുലോ അരിത്മെറ്റിക്കിലാണ്, മോഡ് എന്നിലാണ് ചെയ്യുന്നത്. അപ്പോൾ മോഡുലോ അരിത്മെറ്റിക് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. GCD ഓഫ് ദി ഡിറ്റർമിനൻ്റ് ആൻഡ് n = 1 കിട്ടുമോ എന്ന് നോക്കുക. GCD ഓഫ് ഡിറ്റർമിനൻ്റ് നമുക്കിവിടെ കിട്ടി 15, എന്നിൻ്റെ വാല്യൂ 16. സോ GCD ഓഫ് 15, 16 = എത്ര കിട്ടും? 15 16 1 അല്ലാതെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസസ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് 1 ആണെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് മാട്രിക്സ് ഈസ് ഇൻവേർട്ടബിൾ. ഇഫ് ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 1, നോട്ട് ഇൻവേർട്ടബിൾ മോഡുലോ n. അപ്പോൾ അതാണ് നമ്മളുടെ മാട്രിക്സ് ഇൻവേർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സ്. ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് GCD ഓഫ് ഡിറ്റർമിനൻ്റ് ആൻഡ് n കണ്ടുപിടിക്കുക. നമുക്കത് 1 കിട്ടുകയാണെങ്കിൽ ആ മാട്രിക്സ് ഇൻവേർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇൻവേർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് വേണ്ടി നമ്മൾ കോഫാക്ടർ മാട്രിക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ കോഫാക്ടർ കണ്ടുപിടിക്കുന്നുണ്ട് നമ്മൾ ആദ്യം മൈനേഴ്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ഒഴിവാക്കി. അപ്പോൾ ബാക്കിയുള്ള എന്താണ്, 4 3 7 13 അതാണ് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് മൈനർ. 4 × 3 - 13 × 7 ചെയ്തു, സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ഒഴിവാക്കി. അപ്പം 1 13 2 3 അതാണ് നെക്സ്റ്റ് കാണുന്നത്. 1 × 3 - 2 × 13 സിംപ്ലിഫൈ ചെയ്തു. ഇനി ഫസ്റ്റ് റോയും തേർഡ് കോളം ഒഴിവാക്കി. അപ്പം 1 4 2 7 അതാണ് ഈ കാണുന്ന മൈനർ. സോ 1 × 7 - 2 × 4 സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് റോ 3 പ്രോസസ്സിങ് കഴിഞ്ഞു. നമ്മൾക്ക് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം ഒഴിവാക്കി. അപ്പോൾ ബാക്കി എന്തുണ്ട്, 5 7 7 3 അതാണ് എഴുതിയിരിക്കുന്നത്. സോ 5 × 3 - 7 × 7 സിംപ്ലിഫൈ ചെയ്യുക. ഇനി സെക്കൻഡ് റോയും സെക്കൻഡ് കോളം ഒഴിവാക്കി. അപ്പം 3 7 2 3 അതാണ് അടുത്ത മൈനർ. സോ 3 × 3 - 7 × 2. ഇനി തേർഡ് കേസ് സെക്കൻഡ് റോയും തേർഡ് കോളം ഒഴിവാക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 5 2 7 അതാണ് എഴുതിയിരിക്കുന്നത്. 3 × 7 - 5 × 2. അപ്പം സെക്കൻഡ് റോയും കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ തേർഡ് റോയും ഫസ്റ്റ് കോളം ഒഴിവാക്കി. അപ്പോൾ എന്ത് കിട്ടും, 5 7 4 13 അതാണ് എഴുതിയിരിക്കുന്നത്. സിംപ്ലിഫൈ ചെയ്തു. 5 × 13 - 7 × 4 ആൻസർ കിട്ടി. ഇനി തേർഡ് റോയും സെക്കൻഡ് കോളം ഒഴിവാക്കി. അപ്പോൾ എന്ത് കിട്ടും, 3 7 1 13 അതാണ് ഈ കാണുന്നത്. സോ 3 × 13 - 7 × 1. ഈ ലാസ്റ്റ് കേസിൽ തേർഡ് റോയും തേർഡ് കോളം ഒഴിവാക്കി. സോ 3 5 1 4 3 × 4 12 - 1 × 5 നമുക്ക് ആൻസർ കിട്ടി. ഇനിയിപ്പോൾ ഇത് മൈനർ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് കോഫാക്ടർ മാട്രിക്സ് ഫില്ല് ചെയ്യാം. അപ്പോൾ കോഫാക്ടറിലെ വാല്യൂസ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് സൈൻ ചേഞ്ച് കൊടുത്ത് വേണം ഫില്ല് ചെയ്യാനായിട്ട്. ഫസ്റ്റ് വാല്യൂന് ചേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് -79 തന്നെ. രണ്ടാമത്തെ -23 ആയിരുന്നു, അതിന് സൈൻ ചേഞ്ച് വരുമ്പോൾ 23 ആവും. തേർഡ് വാല്യൂന് ചേഞ്ച് ഒന്നുമില്ല, -1. ഇവിടെ -34 ആയിരുന്നു, സൈൻ ചേഞ്ച് വരുമ്പോൾ 34. ഇനി അടുത്തത് -5 ആയിരുന്നു, സൈൻ ചേഞ്ച് ഒന്നുമില്ല, അങ്ങനെ തന്നെ കൊടുത്തു. അടുത്തത് 11 ആയിരുന്നു, സൈൻ ചേഞ്ച് ഉണ്ട്, ദാറ്റ് ഈസ് -11 ആയി. ഇനി 37 അങ്ങനെ തന്നെ കൊടുത്തു. 32 സൈൻ ചേഞ്ച് കൊടുത്തു, -32 എഴുതി. 7 അങ്ങനെ തന്നെ എഴുതി. സോ ദിസ് ഈസ് ദ കോഫാക്ടർ മാട്രിക്സ്. കോഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അഡ്ജോയിൻ മാട്രിക്സ് കണ്ടുപിടിക്കാം. സോ ഇതിൻ്റെ അഡ്ജോയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളാക്കി എഴുതി. സോ -79 23 -1 ഫസ്റ്റ് കോളമാക്കി. 34 -5 11 എടുത്തു, സെക്കൻഡ് കോളമാക്കി. 37 -32 7 എടുത്ത് തേർഡ് കോളമാക്കി. അപ്പോൾ അതുകൊണ്ട് അഡ്ജോയിൻ മാട്രിക്സ് കിട്ടി. ഇനി നമ്മൾ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്ന എന്തിലാണ്, നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള mod 16 ആണ്. സോ അപ്പോൾ ഇത് നമ്മൾ mod 16 റെഡ്യൂസ് ചെയ്യണം. സോ mod 16 റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് 16 വെച്ച് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എടുക്കുക. ഇനി നെഗറ്റീവ് മോഡുലസ് ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് മോഡുലസ് ആക്കി മാറ്റുക. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്നത് -79 ആണ്. -79 മോഡുലോ 16 നമ്മൾ എങ്ങനെ ചെയ്യുക. 16ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാണ് വരിക, 79 കഴിഞ്ഞാൽ വരുന്നത് 80 ആണ്. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 80 - 79 = 1. ഇനി 34 mod 16ൻ്റെ കേസിലാണെങ്കിലോ 34നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോഷ്യൻ്റ് ഈസ് 2, റിമൈൻഡർ ഈസ് 2. 16 × 2 32 അല്ലേ, 34 - 2 ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടും. ഇനി 37 mod 16 നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, നേരത്തെ പോലെ തന്നെ 16 × 2 32. 32ന് 5 ആണ് 37ലേക്കുള്ള ഡിഫറൻസ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഇനി 23 mod 16 ചെയ്യുമ്പോൾ നമുക്ക് ഒരു 16 ഉള്ളൂ, റിമൈൻഡർ = 7. ഈ -5 mod 16, ഈ -5 കഴിഞ്ഞ് എത്ര കൂടെ പോയാലേ 16 എത്തുള്ളൂ, 11 കൂടി പോകണം. സോ ദാറ്റ് ഈസ് 11.
ഈ -32 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 32 mod 16 എന്ന് പറഞ്ഞാൽ 32 16 മൾട്ടിപ്പിൾ ആണല്ലോ. സോ ദാറ്റ് വിൽ ബി കോൺഗ്രന്റ് ടു 0 mod 16. ഇനി -1 mod 16 എന്ന് പറഞ്ഞാൽ എന്താവും? ഈ -1 ഇനി ഒരു 15 കൂടി പോയാലേ ഉള്ളൂ 16ലേക്ക് എത്തും. സോ ദാറ്റ് ഈസ് ദ ആൻസർ, ദാറ്റ് ഈസ് 15 mod 16. ഇനി -11 16 ആണെന്നുണ്ടെങ്കിൽ ഒരു 5 കൂടി പോകണം, ദാറ്റ് ഈസ് 5 mod 16. 7 mod 16 7 തന്നെ. അപ്പോൾ നമ്മളതിനെ റെഡ്യൂസ് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് എത്തിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളുടെ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ. ഡിറ്റർമിനൻറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചവിടെ നമുക്ക് 15 ആണ് കിട്ടിയത്. 15 ഇൻറ്റു അഡ്ജോയിൻറ്റ് നമുക്ക് ഇവിടെ കിട്ടി ഈ മെട്രിക്സ്, 15 ഇൻറ്റു ഈ മെട്രിക്സ്. സോ ഫസ്റ്റ് വൺ എന്ത് ചെയ്തു? 15 ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് 15 തന്നെ കിട്ടി, 15 mod 16. 15 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. 30 mod 16 ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് 14 കിട്ടും. 13നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ വാല്യൂ എടുക്കുക. അതുപോലെ 15 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 75 കിട്ടും. 75 mod 16 ചെയ്യുമ്പം 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ റിമൈൻഡർ വാല്യൂ ഓഫ് 11. ഇനി അതേപോലെ തന്നെ ബാക്കി ഓരോന്നും 7 ഇൻറ്റു 15 ചെയ്യുക, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എടുക്കുക. 11 ഇൻറ്റു 15 ചെയ്യുക, mod 16 ചെയ്യുക. 0യുടെ കേസിൽ 0 തന്നെ. ഇതുപോലെ തന്നെ 15 ഇൻറ്റു 15, 5 ഇൻറ്റു 15, 7 ഇൻറ്റു 15 ഓരോന്നും ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡുലോ 16, അതായത് 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ വാല്യൂസ് എടുക്കുമ്പോൾ കിട്ടുന്ന മാട്രിക്സ് ആണിത്. സോ ദിസ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ, അല്ലെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ മാട്രിക്സ് നമുക്ക് കിട്ടി. ഇനി എ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയ ഇൻവേഴ്സ് എടുത്ത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂസിൻ്റെ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉണ്ടായിരുന്നത്? 354 ആണ്. അപ്പോൾ ആ ഇൻവേഴ്സ് ഇൻറ്റു ദിസ് 354 ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആൻസർ. അപ്പോൾ ഇൻവേഴ്സ് മെട്രിക്സ് ആണ് ഈ കാണുന്നത്. ഇത് നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ബി വാല്യൂസിൻ്റെ മെട്രിക്സ്, B1 B2 എക്സെട്രാ അപ് ടു B3. ഇത് നമ്മൾ നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ. 15 ഇൻറ്റു 3 പ്ലസ് 14 ഇൻറ്റു 5 പ്ലസ് 11 ഇൻറ്റു 4 അതാണ് എഴുതിയിരിക്കുന്നത്. 9 ഇൻറ്റു 3 പ്ലസ് 5 ഇൻറ്റു 5 പ്ലസ് 0 ഇൻറ്റു 4 സെക്കൻഡ് റോ. 1 ഇൻറ്റു 3 പ്ലസ് 11 ഇൻറ്റു 5 പ്ലസ് 9 ഇൻറ്റു 4 തേർഡ് റോ. സിംപ്ലിഫൈ ചെയ്യുക, വിൽ ഗെറ്റ് ദ വാല്യൂസ് ഓഫ് 159, 52 ആൻഡ് 94. ഇത് തന്നെയാണ് ആൻസർ എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ ചെയ്തത് എത്രയാണ്? മോഡുലോ 16 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ കിട്ടിയ റിസൾട്ടിന് നമ്മൾ 16 മോഡുലോ വെച്ച് റെഡ്യൂസ് ചെയ്യുക. സോ 159 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ വാല്യൂ എടുക്കുക, വിൽ ഗെറ്റ് ദ വാല്യൂ 15. അതുപോലെ 52നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ വാല്യൂ വിൽ ബി 4. 94നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ വാല്യൂ വിൽ ബി 14. അപ്പോൾ 15 2 4 14 എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ്. അതാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടത്. എക്സ് ഈക്വൽ ടു 15 mod 16, വൈ ഈക്വൽ ടു 4 mod 16 ആൻഡ് ഇസഡ് ഈക്വൽ ടു 14 mod 16. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച പ്രോസസ്സാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്താണോ, ഇക്വേഷൻ നമ്മൾ മെട്രിക്സ് ഫോമിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഈ മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണോ എന്ന് നോക്കി. ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചു. GCD ഓഫ് ഡിറ്റർമിനൻറ്റ് ആൻഡ് n കണ്ടുപിടിച്ചു. അത് 1 ആണെങ്കിൽ ഇൻവേർട്ടബിൾ ആണെന്ന് മനസ്സിലായി. ഇൻവേർട്ടബിൾ ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി കോഫാക്ടർ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് അഡ്ജോയിൻറ്റ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. അപ്പോൾ അഡ്ജോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിറ്റർമിനൻറ്റ് ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ മൾട്ടിപ്ലൈ ചെയ്യാം. ഡിറ്റർമിനൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിറ്റർമിനൻറ്റ് കിട്ടി, ഇവിടെ അഡ്ജോയിൻറ്റും കിട്ടി. അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഇൻവേഴ്സ്. അപ്പോൾ ഇൻവേഴ്സ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ മെട്രിക്സ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻസിലുണ്ടായിരുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലെ മെട്രിക്സ്, ദാറ്റ് ഈസ് 354 എന്ന് പറഞ്ഞ മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. എന്നിട്ട് മോഡുലോ 16 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആൻസേഴ്സ്. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂസ് നമുക്ക് ഈക്വൽ ടു ഈ കറസ്പോണ്ടിങ് ആയിട്ട് 15 4 ആൻഡ് 14 എന്നായിട്ട് കിട്ടും. അപ്പോൾ ഈ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ കോളം മെട്രിക്സ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 159 52 94 നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ഫർദർ റെഡ്യൂസ് ചെയ്തിട്ട് 15 4 14 ആക്കി മാറ്റുന്നത്.